ചേട്ടന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്നല്ലേ പറഞ്ഞേ? പക്ഷേ ഇത് ഇടിച്ചു കിടക്കുന്നോണ്ടല്ലോ. ചേട്ടൻ എൻ്റെ കൂടെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരാമോ പ്ലീസ്?
എടാ മുള്ളാൻ പോവാൻ ഇതെന്തിനാടാ? കയ്യില് കുരിശും വെച്ചിട്ടാണ് മുള്ളാൻ പോകുന്നേ. പുലി വന്നാ കുഴപ്പമില്ല, പക്ഷെ ഭൂതപ്രേതമാണെങ്കിലേ കാര്യം. ഡ്രൈവറോട് ചൂടാവൻ എന്തായിരുന്നു നീ തന്നെ ഒരു കുരിശ് അതിന്റെ എന്തിനാ ഒന്നും ആണല്ലോ ഇവിടെ. എടാ എനിക്ക് മുള്ളാൻ മുട്ടുന്നില്ലെന്ന് വെറുതെ വന്നു വാടാ. എടാ നിനക്കപ്പൊ കുരിശ് മാത്രം പോരെ? എന്തു പ്രേതമാണെങ്കിലോ മാറും ശല്യാണല്ലോ ഇതിനെക്കൊണ്ട്. നടക്കും രാജീവ് കട്ട കലിപ്പില. പിന്നെ എങ്ങനെ വരാതിരിക്കും? ഇതൊന്നും അറിയാതെ വേറൊരുത്തൻ. തുടങ്ങിയാ? ഇല്ലടാ. തുടങ്ങിയാ? ഇല്ല. നീ എന്ത് ലൈവ് അപ്ഡേറ്റ് എടുക്കുവാണോ? ഇല്ല. തീരുന്നറിയാൻ വേണ്ടിയല്ലേ? തീരുമ്പോ അങ്ങോട്ട് വരും. തുടങ്ങിയിട്ടേ ഉള്ളൂ. എടാ വല്ല പറ്റിയ എടാ നിന്റെ നെഴിലാണത്. വാ എണ്ണിക്ക് പോവാ. കുബേരെ കൈ പൊട്ടിയനെ. വാ പോവാ. നീ കൂടുതൽ വിളിക്കണ്ട കേട്ടാ. രണ്ടും കൂടി തുള്ളി കളിച്ചൊരു മര്യാദക്ക് സമ്മതിച്ചില്ല. തെട്ടി അവന്റെ നേരിൽ തന്നെ അടിച്ചാളാ ടോർച്ചിന്റെ വെള്ളത്തിൽ. അവിടെ മറിഞ്ഞ് വീണ് ഉരുണ്ട് എണ്ണി കാണാണ്ടത് കാലത്ത് ഇതുവഴിയല്ലേ? ഇത് രസമല്ലേ? കിട്ടൂലേ? കൊറേ നാള് കൂടിയിട്ടാ ഇങ്ങനൊരു ഡ്രൈവ്. ഈ ബസ്സുകാർക്ക് എന്ത് സ്പീഡാണ് ഇവിടെ. ഓരോന്നും ഇങ്ങോട്ട് ഇവിടൊക്കെ ബസ്സുകാരെക്കാളും പേടിക്കുന്ന ജീപ്പുകാരാണ്. ഒന്നും നോക്കാതെ കയറ്റിക്കൊണ്ട് വന്നൂടാ. എന്തൊരു അഹങ്കാരം ഈ തേണ്ടികൾക്ക്. ഇവന്മാർക്കൊക്കെ റോഡ് എന്താ കൊക്ക എന്ത്. വിമാനം ഓടിക്കുന്ന അഹങ്കാരമായി പുല്ലന്മാർക്ക്. എങ്ങനെ എത്തിയില്ല നോക്കാം. നമ്മുടെ അവിടെ ട്രാഫിക്കിൽ ഒരു കുത്തിക്കയറ്റി കൊണ്ടുപോകണം. അപ്പഴാ എന്ത് കോപ്പില് പോക്കണോ പോയെ? വണ്ടി ഓടിക്കുന്നത് കൂട്ടത്തൊരു പോക്കും. വണ്ടി പിടിക്കാം. ആരെങ്കിലും ചോദിച്ചാൽ അവര് ശരിയാവത്തുള്ളൂ. ചുമ്മാ ഇരിക്കടാ. കല്യാണത്തിൽ എത്താൻ പോയി ചുമ്മാ കല്യാണല്ലേ കഴിക്കാറാൻ എത്തിയാൽ മതി. നീ വണ്ടി ഇരടാ. നിങ്ങളൊക്കെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കണേ? ചവിട്ടി വിടറോ. എടാ അയാൾ ഇവിടുന്ന് കാണുന്നില്ലടാ. വിട്ടു പോയിട്ടുണ്ടാവും അയാൾ. അധികം പോയിട്ടുണ്ടാവില്ല അവന്മാര്. എടാ കാണുന്നില്ലല്ലോ. നീ ഒന്ന് പിടക്കായിരുന്നു അവിടെ. മതി ഒന്ന് നിർത്ത്.
തിരിച്ചു വിടറോ. എടാ അവന്മാരെന്താ കാണുന്നുണ്ടോ? വേഗം അടുത്തുണ്ട്. ഞാൻ എന്റെ സൈഡിൽ കൂടെ വണ്ടി ഓടി. നിങ്ങൾ റോഡ് എന്താണ് ചൂടാവുന്നേ? പഠിപ്പിക്കാനൊക്കെ ഞാനിവിടുത്തെ ഇറങ്ങി പാടാ. ഞാൻ പറയാം നിങ്ങൾക്ക് പറഞ്ഞൂടെ അല്ലാണ്ട് റോഡ് നടുക്കൂടെ എല്ലാരും എന്തായാലും പണി നമ്പർ നോട്ടി പിന്നെ ഞങ്ങളുടെ കയ്യിൽ രാവിലെ തന്നെ ഓരോന്നിനും പൊക്കിക്കൊണ്ട് വന്നേക്കുവാ. ഇതിന്റെ നിന്റെ വെക്കട്ടെ നിന്നെ കൈ കിട്ടും. പിന്നെ താനോ ഒലത്തും അതൊക്കെ പറഞ്ഞിട്ട് അവന്റെ പോകുക താഴെ എത്തിയെന്ന് ചോദിച്ചാൽ ഇനി എന്തായാലും പഠിച്ചോളൂ. കണ്ടില്ലേ പോയത് ടീമാരുടെ സ്ഥിരം പരിപാടിയാണ്. ഞാനതല്ലേ നേരത്തെ പറഞ്ഞത്. ആരുടെങ്കിലും നെഞ്ചത്ത് കയറാൻ കിടക്കണം. റോട്ടിലിറങ്ങി എന്താ കാണിച്ചു കൊടുത്ത അവന്മാരൊക്കെ. അവന്മാര് ഇവിടുത്തുകാരാന്നുള്ളതിന്റെ അഹങ്കാരമാണ് അവർക്ക്. പിന്നെ അല്ല ആദ്യം തിന്നവിളി കാണിക്കണം പാന്നികൾ. ഇനി അവന്മാർ വല്ല കൊട്ടേഷൻ വല്ല ആയിരിക്കും. ആരായ നമുക്കെന്താണ്? ഇനി പുറകെ വരുവോ? നമ്മളെ തല്ലി നമ്മളും തിരിച്ചു ചെല്ലും. അല്ല പിന്നെ കല്യാണത്തിന് പോകാൻ നേരം വൈകി ഞാൻ കാണിച്ചു കൊടുത്തേന്ന് അവന്മാർ. ഒന്ന് നിർത്താവോ? ഓരോരുത്തന്മാരും ഇറങ്ങിക്കോളും. മനുഷ്യനെ പേടിപ്പിക്കാൻ. ദേ വരണ അടുത്തവൻ. എടാ നിനക്ക് വേണേ മാറി. നിതീഷേ, നീ കയറ്റോ നിതീഷ അവന്മാര് വേണേ മാറ്റിട്ടോ. അല്ല പിന്നെ എന്താ നിതീഷേ? എടാ അതിനകത്തൊക്കെ ആൾക്കാരുണ്ടാവില്ലേ? ഒന്നും മിണ്ടായിരുന്നു. എന്താ അവിടെ വായി നാക്കില്ലേ? അവർക്ക് എന്താ പറഞ്ഞൂടെ? എന്തിനാണ് വെറുതെ? ഇടക്കിടക്ക് ഇതുപോലെ ആരെങ്കിലും പണി കൊടുത്താലും അവര് പഠിക്കുള്ളൂ. ആ നിങ്ങളോടൊക്കെ എന്നാ പറയാ? അവന്മാര് നമ്മളെ പോലെ തന്നെയല്ലേ? അതെ അവർക്ക് മാറ്റിക്കൂടെ? ഈ മണ്ടൻ എന്താ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാണ്? വരുന്നുണ്ടല്ലോ. എടാ നമ്മൾ ഇത്ര ലേറ്റ് ആയി. ഇപ്പൊ എത്താനോ? ആ വേഗം എത്തിക്കാന്ന്. ഒന്ന് വേഗം കേറടാ. ഇടാ, ഞാനിടാം. ആ ഡോർ അടയ്ക്കടാ. അതിന് പറഞ്ഞ പോലെ. നീ ആ ഡോറ് പൊട്ടിക്കോ? സോറി സാർ. ഇവിടെ ഒരുത്തരം നോക്കിയോ ബോംബ് പിടിച്ചാലോ അറിയത്തില്ല. അതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല പോലെ. അങ്ങനെ ഉറങ്ങാനും വേണം ഒരു യോഗ. ആണോ? ഇനി അയാളെങ്ങാനും കാണുമോ? സൈഡാക്കി വിട്ടു. സാർ എഴുതേറ്റോ? വെള്ളം വല്ലതും വേണോ? എവിടെ എത്തിയടാ? ആ അങ്ങനെ പോകുന്നുണ്ട്. എടാ എനിക്ക് മുള്ളാൻ പറ്റത്തടാ. എടാ നിർത്തടാ, വണ്ടി എടുത്തടാ. തുടങ്ങി അടുത്ത ആള്. ഒരുത്തനെ ഇപ്പൊ മുള്ളിപ്പിച്ച് ഇതിന്റെ ഉള്ളിൽ ഇരുത്തിയുള്ളൂ. ഇനി ഇതാ അടുത്തവൻ. ഒന്ന് പോയാടാവുന്നു. ജോയ്, നീ ഇത്ര നേരം കൂർക്കം വെച്ച് ഉറങ്ങലായിരുന്നു. നീ ഇനി മുള്ളണ്ട. അവിടെ ഇരിക്ക്. എടാ ഇതിനകത്ത് ഇരുന്ന് മടുത്തടാ. എത്ര നേരം എത്തിയിരിക്കുന്നത്. ഇത്ര നേരം കിടന്ന് ഉറങ്ങിയിട്ടും മടുത്തു. ശരിയാ, നമുക്ക് സ്റ്റേ ആക്കിയാലോ? പറഞ്ഞു ആ, ആക്കിയാലോ? വേണ്ട. എന്തൊക്കെ പ്ലാനുമായിട്ട് വന്നത്. റിസപ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു. പുല്ല് സ്റ്റേ ഒക്കെ ആക്കി സെറ്റ് ആവണമെന്ന് പറഞ്ഞ് വന്ന
ആ തെണ്ടി പറ്റിച്ചു. എടാ സ്റ്റേഡ് ഔട്ടാണെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞല്ലായിരുന്നോ? വെറുതെ എന്തിനാ അവനെ പറയുന്നു? അതിന് ഈ സമയത്ത് റിസപ്ഷൻ കൂടാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. അപ്പോഴാ അതല്ലടി, നമ്മൾ എന്തായാലും ലേറ്റ് ആയി. പിന്നെ നിനക്കിനി എന്തായാലും ഈ നേരത്തെ വീട്ടിൽ പോകാൻ പറ്റില്ല. പിന്നെ സ്റ്റേ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അല്ലേ? പക്ഷേ രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ സീനറിയും കണ്ട് ഇരിക്കായിരുന്നു. അതിന് ഈ സമയത്ത് ഇനി ഹോട്ടലൊക്കെ തുറന്ന് കാണുമോ? നിതീഷേ, എടാ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ചെറിയ റിസോർട്ട്സും ഹോം സ്റ്റേസും അങ്ങനെ കണ്ടില്ലായിരുന്നു. നമുക്ക് അവിടെ എവിടെയെങ്കിലും നോക്കാം. എടാ മുള്ളാൻ വിട്ടുന്നടാ. ഹോട്ടലോട്ടല്ലേ പോണം, എനിക്കവിടെ ചെന്നിട്ട് പോരെ. നീ എത്ര നേരം പിടിച്ചേക്കോ? നോക്കാം നമുക്ക്. ഇല്ല ഏത് കാട്ടാലെന്നാലും ശരി, ഞാൻ ഇറങ്ങി മുള്ളു. എടാ അതിനോട് സ്റ്റേ ഒക്കെ സ്റ്റാർട്ടായി കാണോ? പിന്നെ നമ്മൾ രാവിലെ വരുന്ന വഴിക്ക് വണ്ടി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേ ഒക്കെ സ്റ്റാർട്ടായി. അതല്ലേ, അപ്പം സ്റ്റേ ആക്കാം അല്ലേ? ചേടാ ഇതെന്തിനാ ഇപ്പൊ എല്ലാരും എന്നെ നോക്കുന്നേ? നമുക്ക് സ്റ്റേ ആക്കിയിട്ട് നാളെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓ പിന്നെ എണീറ്റാലല്ലേ. ആദ്യം സ്റ്റേ കിട്ടുമോ നോക്കാം. എടാ എല്ലാരും പുറത്തേക്ക് നോക്കടാ, മിസ്സായിപ്പിനെ കിട്ടൂല കേട്ടാ. നോക്ക്. എടാ നോക്കടാ, എടാ രാജീവ് നോക്ക്. എടാ ഇപ്പൊ സീസൺ ഒക്കെ അല്ലേ, റൂമൊക്കെ കിട്ടുമോ? പൊന്നിളിയാ കരുനാക്ക് ചെന്ന് മിണ്ടായിരിക്കാവാ. എടാ ഇവനെ എപ്പോഴും കരുനാക്കടി കോപ്പന്. എന്നാ പോയേ ജോയെ. പോടാ. ചോദിച്ചാലോ? എടാ അയാളോടൊന്ന് ചോദിച്ചു നോക്കിയേ. എടാ ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ? എടാ റിവേഴ്സ് എടുക്കടാ. റിവേഴ്സ് എടുക്ക്. ചേട്ടാ ഈ കോട്ടേജ് ഓപ്പൺ ആണോ? അതെ കോട്ടയം ഓപ്പണാ. ആണോ? അതെ, നല്ല സൗകര്യമുള്ള സ്ഥലമാ. നിങ്ങൾ എത്ര പേരുണ്ട്? 4-5 പേരുണ്ട്. ഇതെങ്ങനെയാ, റൂംസ് ആണോ? അതോ ഇല്ല ഇത് വില്ല ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേളായിക്കാം. വാ ഓക്കെ ഇറങ്ങി വാ. വലിയ ചെറുപ്പക്കാർക്ക് പറ്റിയ സ്ഥലം. ഇനി അയാളുടെ ആണോ ഈ സ്ഥലം? അയാളൊന്നും ആയിരിക്കില്ല, അയാൾ വല്ല കെയർ ടേക്കർ മറ്റോ ആയിരിക്കും. പിന്നെ കണ്ടോ ബാക്കിലൊന്നും നോക്കിയേ. കാണുന്നായിരിക്കും പുള്ളി. അടിപൊളി നീ ഏത് വഴിയാണോ കേറി പോണം? സ്ഥലം സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. എനിക്ക് മുള്ളാൻ പറ്റുന്നു. നമ്മള് പോയിക്കോട്ടെ. സൂക്ഷിച്ചേ. കാറ് കേറി പോവാ. എടാ വല്ലാതെ വിളിക്കുമ്പോ തന്നെ പോകട്ടാ. വാ. ചേട്ടാ പുറത്ത് ബാത്റൂം ഉണ്ടോ? ഇല്ല പുറത്തില്ല, അകത്ത് തുറന്നുതരാം. അതിനൊന്നും സമയം ചേട്ടാ. അങ്ങനെ ചോദിച്ചോളാം. പുറവശത്തുണ്ട്, അവിടെ ചെന്നു. ആലും പുല്ലൊന്നും വരില്ലല്ലോ. ഇല്ലെന്നേ, അല്ല എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകും. അടിപൊളി. നല്ല തണുപ്പല്ലേ? സൂപ്പർ പ്രൈസല്ലേ? വെള്ളമടിക്കാൻ പറ്റിയ സ്ഥലം. സത്യം. അയ്യടാ, എന്നാ നമ്മളിവിടെ സ്റ്റേ ഇല്ല. പറ്റിയ സ്ഥലമെന്നല്ലേ പറഞ്ഞുള്ളൂ, വെള്ളം അടിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഓഹോ, പാതിരാത്രി അവിടെ എന്നാ കാണുന്നേ? അകത്ത് കയറി കാണുന്നില്ലേ? പിന്നെ വാ. നീ ഒന്ന് പോയി നോക്കിട്ടോ. അല്ല
അപ്പൊ നിങ്ങൾക്ക് ആർക്ക് കണ്ട? ഓ ഞങ്ങൾക്ക് ഈ തറ മതി, നീ വെക്കൂ. ആ അതെനിക്കറിയാം. ആ വാ ഇങ്ങനെ സാധനം കയറി വാ. രക്ഷയില്ല. വന്നേ ഇതൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ ഇരിക്കാം. പിന്നെ കേട്ടോ അത് നിങ്ങൾക്ക് ഒരു ചെറിയ കമ്പനിയൊക്കെ കൂടി വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം കേട്ടാ. അതാണ് അടുക്കള. അവിടെ ഓ നല്ല വൃത്തിയുള്ള അവിടെയാണോ? അടുക്കള. ഭയങ്കര നല്ല എന്താണെന്നറിയാം എന്തൊക്കെ കാണാൻ കിടക്കുന്നു. അന്നേ ഇത് കേട്ടോ മോള് കയറി വന്നേ ഈ ബെഡ്റൂമിലേക്ക്. ഇനി അടുത്ത് ചേട്ടാ ചൂടുവെള്ളം ഉണ്ടല്ലോ അല്ലേ? ചൂടുവെള്ളം ഉണ്ടോന്നോ ഞാൻ പറയാം. അതായത് പൈപ്പ് എടുത്തിട്ട് ഇടത്തോട്ട് തിരിക്കുവാണെങ്കിൽ ചൂടുവെള്ളം, വലത്തോട്ട് തിരിക്കുവാണെങ്കിൽ തണുത്ത വെള്ളം, ഇത് നടുക്കിടുവാണെങ്കിൽ ചൂടും തണുപ്പും. അങ്ങനെ അടിച്ചു പൊളിച്ചോന്നേ. ചേട്ടൻ ആള് കൊള്ളാലോ. ആ ഈ കാര്യമൊക്കെ ഉണ്ടല്ലോ ആ പിള്ളേരോട് പറ എല്ലാം ഇവിടെ കയറി താമസിക്കാൻ നോക്കും. നോക്കട്ടെ. വെള്ളം അടിക്കാൻ സമ്മതിക്കും. എന്റെ പൊന്നളിയാ, ആദ്യം ഇവിടെ അയ്യോ എന്തൊരു തണുപ്പാ. എന്നിട്ടല്ലേ ഇതിനാ തണപ്പാ. 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും കോച്ചും. അയ്യോ ഇതിലോ. അതെ. എങ്ങനെയുണ്ടോ സ്ഥലം? കേട്ടില്ല. കൊള്ളാം. കൊള്ളാം അല്ലേ? കൊള്ളാം. ഇഷ്ടപ്പെട്ടേ പറ. അടിപൊളി. ആണോ? എന്നാ പിന്നെ ഫിക്സ് ചെയ്യണം. നല്ല സ്ഥലമാന്ന്. എത്ര ആവും ചേട്ടാ ചാർജോ? ഡിസ്കൗണ്ട്? ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മാത്രം വയ്ക്കണുള്ളത് നാളെ കൂടെ ഉണ്ട്. അയ്യോ ഇല്ലില്ല ഞങ്ങൾ നാളെ രാവിലെ തന്നെ പോവല്ലേ? ആ രാവിലെ തന്നെ പോവാം. ആ ആ അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ എന്തെങ്കിലും തന്നേച്ചാൽ നിന്നേ. പിന്നെ നല്ല വൃത്തിയും എന്നുള്ള അടുക്കളയുണ്ട്. കൊച്ചങ്ങ് കയറിക്ക്. എൻ്റെ കുറച്ച് മുട്ടയും ബ്രെഡൊക്കെ ഇരിപ്പുണ്ട്. അല്ല മുട്ട പറഞ്ഞാൽ കൂടെ കൊത്തി ഒടിച്ചിട്ട് ആ ബ്രെഡിലേക്ക് ഇട്ട് ചിക്കി പറക്കി പിള്ളേർക്ക് കൊടുത്തേ. കഴിച്ചിട്ടാണോ വന്നേ? ഞങ്ങൾ കഴിച്ചു. ആ പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവൻ ഇത് ഉറക്കവും തീറ്റയും തന്നു. ഇതെന്താ ആനമൂത്രമായിരുന്നടാ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ആ നല്ല സ്ഥലമുണ്ട് അവിടെ. ഇവിടെ ഉണ്ടാക്കി പറക്കി തരാൻ വേണ്ടി ചെറുക്കനുണ്ടായിരുന്നു. അവന് ചെറിയ പനിയായിട്ട് പോയേക്കുക. പിന്നെ എന്തെങ്കിലും മേടിച്ച് എനിക്ക് ഞാൻ പോകണം. ഇവിടെ അടുത്ത് നല്ലൊരു തട്ടുകടയുണ്ട്. വെടിക്കട്ട് പൊറോട്ടയും ബീഫോ. എടാ അപ്പൊ സ്റ്റേ അല്ലേ? സ്റ്റേ ആക്കാം. അല്ലേ? ചേട്ടാ പൊറോട്ടയും ബീഫിന്റെ കൂടെ ചിക്കൻ സ്റ്റാർട്ടേഴ്സ് എന്തെങ്കിലും അൽഫാമോ തന്നു? അയ്യോ അയ്യോ ഇതൊരു ചെറിയ തട്ടുകടയെന്നേ. ഒന്ന് പോണം അവിടുന്ന്. അൽഫാം അതെ അതൊന്നും കിട്ടിയല്ലോ ഇവിടെ. നീ ഒന്ന് മാറിക്കേ. അല്ലേട്ടാ നല്ല കപ്പ ബിരിയാണി കിട്ടോ? ആ അത് നല്ല സാധനം. ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒപ്പിച്ചുതരാം. അടിപൊളി അടിപൊളി. ആ പിന്നെ നിങ്ങൾ ഈ ബാഗും കാര്യങ്ങളൊക്കെ ആരെടുത്ത് വെക്കും? ഇല്ല അത് കുഴപ്പമില്ല, ചേട്ടൻ പോയിട്ട് ഞങ്ങൾ എടുത്ത് വെച്ചോളാം. ആ പിന്നെ ഈ പിള്ളേർക്കൊരു കട്ട കാപ്പിയൊക്കെ വെച്ച് കൊടുക്കുക. നമ്മുടെ കുടുംബം വീട് പോലെ അങ്ങ് പെരുമാറുന്നേ. ആ ഓക്കെ വാടാ നമുക്ക് ലഗേജ് എടുക്കാം. വാ സൂചിച്ചിക്കാണ്ട് വാ. എന്തായിരുന്നു വരുമ്പോ ഡയലോഗ്? പക്ഷെ നേരിട്ട് കണ്ടപ്പോ അടിപൊളി ഫീല്. അത് ഞാൻ ഒപ്പുള്ള ഉണ്ടാവും. അയ്യടാ ക്ലൈമറ്റ് ഭയങ്കര രസമായിട്ടോ. ആ നീ എന്തോന്ന് ദേ ഏതാ ഭാഷ? ആര് കേരളോ? ഒന്ന് പോടാ അവിടുന്ന്. ഒന്നാമത് അയാൾ ഇവിടെ നോക്കാൻ നിൽക്കുന്ന. അത് മാത്രമല്ല അയാൾ തോണറോടൊന്നും പറയാൻ പാടില്ല. നമ്മൾ രാവിലെ പോവാന്ന് പറഞ്ഞപ്പോ അയാളുടെ മുഖത്തൊരു സന്തോഷം കാശല്ലേ കിട്ടുന്നേ? പിന്നല്ല അത് പിന്നെ പറയാനുണ്ടോ? ഉറപ്പുള്ള കാര്യമില്ല. ഈ കാശയിലെ ആളുടെ പോക്കിലോട്ട് പോകല. പിന്നല്ല. എങ്ങോട്ടാടാ ചേട്ടാ? ബാത്റൂം കാല് മാറ്റിയോളാം. എന്നാ പറ്റിടാ? നിങ്ങക്ക് വേറെ പ്രശ്നമൊന്നുമില്ലേ? ഇല്ല. റിസപ്ഷനിലെ ചിക്കൻ പണിയാണെന്ന് തോന്നുന്നു. ഇത്രയും തിന്നു കയറ്റി ഇവനല്ലല്ലോ പ്രശ്നം. വലിച്ചു വാരി തിന്നുവായിരുന്നു. കുഴപ്പമൊന്നുമില്ല. എടാ നമുക്കിതുപോലെ ഒരു സെറ്റപ്പ് വാങ്ങിയാലോ? കിട്ടുമായിരിക്കും. നല്ല രസമായിരിക്കും. ഞാനേ ആക്ച്വലി ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട് ഇതുപോലെ ഒന്ന് വാങ്ങിക്കാൻ. ഇവിടെ അല്ല, എവിടെയാ? ആംസ്റ്റർഡാം. ഞാൻ തമാശ പറയാല്ല. സീരിയസ് ആയിട്ട് ഒരു രക്ഷയില്ല. ചുമ്മാ എല്ലായിടത്തും എന്താടാ? ആ കല്യാണ വീട്ടിലെ അമ്മാവില്ലേ ആ അയാളുടെ കാര്യം പറയുന്നു. അയാളെ എന്നെ പായസം കുടിക്കാൻ സമ്മതിച്ചില്ല. ഇവ എന്നിട്ട് അയാളുടെ പായസത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചു. അതല്ല അവന്റെ വിഷമം കൂടി അതാ. കുറച്ച് ചോദിച്ചുള്ളൂ. ആവശ്യമില്ല. അയാൾ എല്ലായിടത്തും താലിയെടുത്തും എല്ലാം പ്രശ്നമായിരുന്നു. വെറുതെ അയാൾക്ക് വെച്ച പഴം ഇവിടുത്തെ കഴിച്ചു. ഞാൻ ചോദിച്ചുള്ളൂ. അപ്പൊ കഴിച്ചു ഒന്ന്. എനിക്ക് നല്ല പൊക്കും തടിയൊക്കെ ഉണ്ടല്ലോ. അയാൾക്ക് നല്ല കൊടുക്കാന്നില്ല രണ്ടെണ്ണം.
എന്തിന് ഇപ്പൊ വലിയ ഡയലോഗ് അടിക്കും എന്നിട്ട് എങ്ങാനും ഇങ്ങോട്ട് തിരിച്ചടി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഓടിക്കും. ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു. ഇല്ല ഞാൻ തല്ലാണ്. പെണ്ണുങ്ങൾ ഇടയ്ക്ക് അകളവ് നിൽക്കുന്നു ടൈം എല്ലാ ഫോട്ടോയിലും. എടാ ഭയങ്കര നീ ഒറ്റയ്ക്ക് ചായ പിടിക്കാണോ? നീനു നീനു ഒരു കട്ടൻ പ്ലീസ്. നല്ല പ്ലീസ്. പിന്നെ എനിക്കും ഒരെണ്ണം വേണം. എനിക്കും വേണം കേട്ടോ. എടാ നീ വേണ്ടാത്തുണ്ടോ? അല്ല തണുപ്പല്ല. എടാ ഇവൻ എന്താടാ എടാ ഇവൻ ഇവിടെ എടാ നീ ഇവിടെ ചായ പിടിച്ചോണ്ടിരിക്കണോ? ഞാൻ ടോയ്ലറ്റ് ചായട്ടുണ്ടിരിക്കുന്നു. കുടിക്കണം ആഗ്രഹിച്ചു വന്നപ്പോ നിങ്ങൾ കട്ടൻ്റെ സംസാരിക്കണം. നീ കണ്ടില്ലേ ഇവനെ? അയ്യോ ഇതാ എന്താടാ എടി നീ കണ്ടില്ലേ? നിനക്ക് ഓരോന്ന് ചുമ്മാ തോന്നിയായിരിക്കും. ഞാനൊരു കട്ടൻ ഇട്ടേരാ, നീ അവിടെ പോയിരിക്കും. ഇതാകുമ്പോ കൊച്ചു പിള്ളേരെ ഈ സാധനം റീച്ച് കൂടാൻ ഇപ്പൊ എന്ത് ചെയ്യും? ലൈക്ക് മാത്രം പോരല്ലോ, അതിന് പകരമായിട്ട് അതാ പറഞ്ഞ കമന്റ് ചെയ്ത് പുള്ളിക്കാരൻ നാളെ പുറത്തെടുക്കാൻ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്തോ. എനിക്കൊന്നും കയ്യിലാണ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ. നീ പോയി ഇതൊന്നും പോരാട്ടാണോ ഞാൻ അൽഫാം പറഞ്ഞു. ഹലോ. അയ്യോ പേടിച്ചോ? ഞെട്ടിച്ചടങ്ങല്ലോ തിണ്ടി. അതെ ചുമ്മാ ഇരിക്കണോ? എന്നാ ഞാനൊരു പണി തരാം. എന്താണ്? ക്ലാസ്സൊക്കെ ഒന്ന് കൈ തന്നേ. പിന്നെന്താ? വാ. ഹലോ. കട്ടനായില്ലേ? ഇതുവരെ ആയില്ലേ? ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല. ആ ഗ്ലാസ് എങ്കിലും ഒന്ന് കഴുകിത്താ. പറഞ്ഞാ പോരാ, അതിനൊരു ചൂടാവണം. നാളെ മുതൽ ഓഫീസിൽ പോകണ്ട ആലോചിക്കുമ്പോൾ നാളെ രാവിലെ നേരത്തെ ഇവിടുന്ന് പോകുമ്പോൾ നേരെ ഉറങ്ങാൻ പോലും സമയം. നാളെ ലീവാക്കി. തണുപ്പല്ലേ? ഒന്ന് പോയേക്കായിരുന്നു. ആ നല്ല മൂട് ഇരിപ്പുണ്ട് എൻ്റെ നിതീഷ് എടുത്ത് വെച്ചാലോ? ആ ചോദിക്കും. നിതീഷേ ആ എന്താടാ പുകയുണ്ടോ? എടാ ഒരു 1-2 ഉണ്ടാവും. നീ ഒന്ന് റൂം പോയിട്ട് നോക്കോ, പാന്റിന്റെ പോക്കറ്റിലുണ്ടാവും. എടാ നീ ഒന്ന് പോയെടുത്തോ. നീ പോയിട്ട് വാ ചെല്ലി. അനി അതിന് മുഖം തീർന്നില്ല. എടി അത് അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാ. അത് ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ച് അപ്പൊ നീ വലിച്ചില്ല? നല്ല തണുപ്പ്. മൂടിപ്പോച്ച് കിടന്നൊക്കെ നല്ല എടാ എടാ കൊല്ലി ഞാൻ എല്ലാത്തിനും നാളെ രാവിലെ വെളുപ്പിന് എണീറ്റോണം എല്ലാരും. എന്ത് തണുപ്പാടാ? ആണല്ലേ? അടിപൊളി ചൂടുകട്ടൻ. ഈ തണുപ്പത്ത് വരെ വറച്ചു. കിട്ടിയ സമാധാനം സമാധാനം കിട്ടിയില്ല. എടാ പുക കിട്ടിയാന്ന്. പോകെ? അയ്യോ അത് ഞാൻ ലാസ്റ്റ് ഇപ്പൊ ടോയ്ലറ്റ് യൂസ് ചെയ്തേ. തീർന്നോ? നിന്റെ വേറെ ഉണ്ടോ ഇനി? വേറെ ഇല്ല, പോയി വാങ്ങിട്ട് വാ. ഈ സമയത്തിന് ഇപ്പൊ കട തുറന്നിട്ടുണ്ടാവും. എവിടുന്നായാലും വേണില്ല, സാധനം ഒപ്പിക്ക്. നീ വിളിച്ചാ പോരെ? എടാ അതിന് വിളിക്കാൻ ആരുടെങ്കിലും ഫോണിൽ റേഞ്ച് ഉണ്ടോ? BSNL കയ്യിലുണ്ടെങ്കിൽ വല്ല കാര്യം നടക്കും. BSNL ഉണ്ടോ? ഇല്ല. ആ പിന്നെ എങ്ങനെയാ? നീ ഒരു കാര്യം ചെയ്ത, നീ വന്നേ നമുക്ക് മേടിച്ചിട്ട് വരാം. ഇല്ലെങ്കിലേ വെള്ളം അടിക്കാത്ത വെറുതെ ഇരുന്ന് മൂവ് എന്താ ഉണ്ടാവില്ല. ഓ അപ്പൊ അങ്ങനെ ചില പ്ലാനിങ് ഉണ്ടല്ലേ? നിതീഷ നാളെ രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ എന്റെ പൊന്നു മോളെ, നാളെ നിന്നെ വിട്ട് തന്നാ പോരെ. എടാ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വരുന്നല്ലടാ, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വയ്യ. നീ വന്നില്ലേ? എനിക്ക് ഉറങ്ങണം. ഞാനൊന്നുമില്ല. നീ പോയെ? നീ ഉണർന്നിട്ട് വേണ്ട ഉറങ്ങാനായിട്ട്. എന്തുറക്കമാടാ? ഓടാ. മര്യാദക്ക് കട്ടനടിക്കാൻ സമ്മതിക്കൂല. വന്നിട്ട് മറ്റേ കട്ടൻ അടിക്കാം. അതിന് ഞാനൊട്ടും കുടിച്ചില്ല. എടാ ആ എന്താ നീ എന്നോട് പറയാതിരുന്നേ? അതിപ്പോ എന്ത് പറയാനാ, നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് വന്നതല്ലേ. നീ എടുത്തോണ്ടി. ഇതിപ്പോ എന്തത്ര സീരിയസ് ആക്കാൻ മാത്രം ഉള്ളത്? ഒന്നുമില്ല. നിന്നെ നാളെ രാവിലെ തന്നെ വിട്ടുന്ന പോരെ? എന്തേലും ചെയ്യും. ആ രാവിലെ നേരത്തെ ഇറങ്ങാം പോരെ? Mm-hmm.
എന്താണ്? എന്താ ഒന്നുമില്ലേ? എന്താ പരിപാടി? അവന്മാരെന്തോ വെള്ളടിയോ അങ്ങനെ എന്തോ പരിപാടി. ഓ അവന്മാര് മാത്രം? എനിക്കിഷ്ടല്ല, വൃത്തിയുടെ സാധനം. ഒരു പുണ്യാളൻ. നിനക്ക് ഇനി ആ സ്മെല്ലടിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചു. ഇന്നൊരു സ്പെഷ്യൽ സ്നേഹമൊക്കെ ആണല്ലോ. സ്പെഷ്യൽ ഒന്നുമല്ല, ഇതൊക്കെ എപ്പോഴും ഉള്ളതാ. നീ മനസ്സിലാക്കാൻ. ഓഹോ. എന്നിട്ട് എന്താണ്? നല്ല ചൂടല്ലേ? നല്ല തണുപ്പല്ലേ? തണുപ്പം എന്താ നിനക്കൊരു ഇളക്കം പോലെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? ഏയ്, നിനക്കെന്താ പ്രശ്നം? എനിക്കെന്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കള്ളച്ചിരിയൊക്കെ അയ്യടാ ഉണ്ടല്ലോ. ഇല്ല. ഉണ്ട്. സ്റ്റേയുടെ കാര്യം പറഞ്ഞപ്പോ ഭയങ്കര ചിരിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതെനിക്കുണ്ടല്ലോ. എനിക്ക് ശരിയൊന്നുമില്ല. ഉണ്ട്. എന്താ നിനക്കൊരു കള്ളത്തരം പോലെ? എന്ത് കള്ളത്തരം? ഇല്ല, ഒരു കള്ളത്തരം മുഖത്ത്. എന്താണ്? അല്ല, വല്ലതും നടന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാരാ? നീനു, ഇവനാരാ? ഇതാരാ? ഇതാരടി? ആരാടാ? ആരാടാ നീ? ഒരേ പോലത്തെ ഡ്രസ്. ആരാണ്? നീതാ? ഇതെന്താ? എനിക്കറിയില്ല. എടീ, ഇത് വേറെന്താണ്? എടാ ജോയ്, ഞാൻ ഒറിജിനല് അല്ലല്ല, അവൻ ഫേക്കാ. ഞാൻ ഒറിജിനല്. ഞാനാ. നീയാണോ? നീനു, അവൻ്റെ അടുത്ത് പോവല്ലേ? ഇങ്ങോട്ട് വാ. വാ നീനു. ഞാനത് അവനല്ല. ഞാനാ നീനു. ഞാൻ അറിയില്ല. ഇവനാരാ? നീയാണോ? ഇവനാരാ? എന്നെ പോലൊരു ഇവനാരാ? വാ നീക്ക്. എടാ, ഇവിടെ വേറെന്തോ ഉണ്ട്. നീ വാ. ജോയ്, എടി വാ. എടി, ഞാനത് വിശ്വസിക്ക് പ്ലീസ്. എടി, നിന്നെ പള്ളിയിൽ വെച്ച് പ്രപ്പോസ് ചെയ്ത് നമ്മുടെ പ്ലാന് ഓൺ സൈറ്റ്. ഓ, എനിക്കറിയില്ല താരാന്ന്. വാ. ജോയ്, എടാ വാ. ജോയ്, എടാ ഒന്ന് നീക്കടാ. എടാ, അവിടെ എന്തോ പ്രശ്നമുണ്ട്. എന്റെ പോലെ തന്നെ വേറൊരുത്തൻ, എന്റെ അതേ ഷർട്ട്. എനിക്ക് അറിയാൻ പാടില്ല. അവിടെ ആകെ പേടിച്ചിരിക്ക. ഒന്ന് പോയി നോക്കടാ. എടാ, റൂമില്. എടാ കേറി നോക്കടാ. ഇവിടെ ഒരു കോപ്പൂല. നേരത്തെ ഇവിടെന്തായിട്ട് പുല്ലുടാ ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്. അവിടെ ഒന്നും ആരുമില്ല. നിങ്ങൾക്ക് തോന്നിയായിരിക്കും. എവിടെ? എടാ, അവിടെ താഴെ വീണ് തല പൊട്ടി കിടക്കണ്ടാ. ഞാൻ കണ്ടില്ലോ. ഒന്ന് പോടോ. സത്യാടാ. ഒന്ന് പോയിക്കേ. എടാ,
എടാ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറയണല്ല. അവിടെ പ്രേതോ ഭൂതോ എന്തോ പ്രശ്നമുണ്ട്. ഒന്ന് വിശ്വസിക്ക്. ഇവന്മാര് ഇവരെ പോലെ വേറെ ആരും ഇവിടെ കണ്ടുന്ന്. ഇവനെ പോലെ ഇവിടെയാ? ആ ആര്? എനിക്കറിയണം എന്തോ പ്രേതോ ഭൂതോ എന്തോ കണ്ടുന്ന്. പ്രേതോ? ഒന്ന് പോയാ. വേറൊരുത്തനെ കണ്ടതാ. നിനക്ക് ചുമ്മാ തോന്നിയതായിരിക്കും. എടാ അല്ലടാ, ഞാനും കണ്ടതാ അവിടെ ആ മുറിയില്. എടാ ഞാനവിടെ നോക്കിയതാ, അവിടെ പ്രേതമില്ലൊരു കുഴപ്പമില്ല. എടാ നിങ്ങളുടെ പ്രേതം വല്ല ഉണ്ടാ? നീ ചുമ്മാ പേടിപ്പിക്കാതെ പോയെ. എടാ ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് എത്ര പെട്ടെന്ന് പോവാ. അതിന് അയാള് വരണ്ടേ, ആ കെയർ ടേക്കർ. ഇവന്റെ ഉടുക്കത്ത് അൽഫാം തന്തൂരി സാധനമൊക്കെ അറിയാം. ഇത്ര ലേറ്റ് ആവുന്നു. എടാ ഞാൻ ഒരു ഫ്ലോയിൽ പറഞ്ഞല്ലേ. എടാ നിനക്ക് തോന്നിയതായിരിക്കും. എടാ ചുമ്മാ തോന്നുന്നു, ഞങ്ങൾക്ക് എന്താ വട്ടാണോ? ഞങ്ങൾ രണ്ടുപേരും കണ്ടെന്ന് പറഞ്ഞില്ലേ? നിതീഷേ, ദേ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തതാ. നിതീഷേ ആ വാ. ഇപ്പൊ ആർക്ക് സമാധാനമായല്ലോ? മര്യാദക്ക് നേരെ പോയാൽ മതിയായിരുന്നു. ഓരോ പ്ലാനും കുന്തോ. ഇവിടെ കൂടെ പറഞ്ഞില്ലേ നമ്മളിവിടെ കയറി. അടിക്കാനുള്ള സകല പ്ലാനും പൊളിഞ്ഞു. എടാ അവർക്ക് വട്ടാടാ, രണ്ടുപേർക്കും വട്ടാണ്. ഞാൻ എവിടെ വരുന്നില്ല കേട്ടാ, ഞാൻ ഉറങ്ങാൻ പോവാ. നീ വന്നേ, നമുക്ക് മേളിൽ കയറി നോക്കിട്ട് വരാം. അവിടെ റൂമിൽ നോക്കിട്ട് വരാന്ന്. എവിടെ? ഇതാ അവിടെ കോർണറിൽ, ബെഡിന്റെ താഴെയായിട്ട്. നീ ഇങ്ങോട്ട് മാറും. ഉണ്ടായിരുന്നടാ. ഇവിടെ ഒന്നുമില്ലല്ലോ. അവിടെ ബ്ലഡൊക്കെ ഒലിച്ച് എടുക്കണ്ടായിരുന്നു. ഇവിടെ ഒന്നുമില്ല. നിനക്ക് ചുമ്മാ ഉറപ്പിച്ച് തോന്നിയതായിരിക്കും. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നവരെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടായിരുന്നു? എടാ ഇവിടെ ഒന്നും ഇല്ലല്ലോ. നിങ്ങളെ ഞാൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കുക? എടാ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അയാൾ വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇനിയിപ്പോ രണ്ടുപേർക്കും ചിലപ്പോ ഒന്ന് പോവാം. പിന്നെ നീനു, നിനക്ക് അവന്മാർക്ക് കള്ളു കുടിക്കാൻ വേണ്ടിട്ടല്ലേ ഇതൊക്കെ? പതുക്കെ പറ. അവന്മാര് കേക്കട്ടെ. എടി നിന്നോട് ചോദിച്ചിട്ട് തന്നെയല്ലേ, ലേറ്റ് ആയതുകൊണ്ടല്ലേ. പോയാ മതി. നീനു, എന്നെന്തിനാ തുറച്ചു നോക്കണേ? കൊറേ നേരമായല്ലോ. ഇയാളിത് എവിടെ പോയി കിടക്കാണ്? രാജീവേ, ഇനി ഇവിടെ ശരിക്കും പ്രേതമുണ്ടോ? നിനക്ക് എന്താടാ? അതൊക്കെ രണ്ടും വട്ടാണ്. എടാ എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ. എന്തിന്? എടാ നിനക്ക് വേണോടാ? രാജീവേ ഒന്ന് കട്ടി നീനു, എടി നിനക്ക് എന്താടാ പറഞ്ഞ മനസ്സിലാവത്തെ? എനിക്കിനി ഇവിടെ നിക്കാൻ വയ്യ. എടി ലേറ്റ് ആയില്ല, ഇനി എങ്ങനെ പോവാനാ? നമുക്ക് മാറി മാറി ഡ്രൈവ് ചെയ്യാലോ. എല്ലാവർക്കും ഡ്രൈവ് ചെയ്യാൻ അറിയാലോ. പിന്നെന്താ? നിതീഷ് പ്ലീസ് നമുക്ക് പോവാം. അതിന് അയാളും വരണ്ടേ? അയാൾ വരണ്ടെന്ന് വെക്ക, നമുക്ക് പോവാ. എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ, പ്ലീസ്. പക്ഷെ അവന്മാരോട് എന്താ പറയാ? അവന്മാരിത് കണ്ടിട്ടില്ല. നീ പറഞ്ഞ അവരെ കേൾക്കും, എന്തായാലും കേൾക്കും.
എടാ ആരെങ്കിലും ഒന്ന് പോയി നോക്ക്. എല്ലാരും എന്തിനാ എന്നെ നോക്കുന്നേ? നോക്കടാ. ഒന്ന് നോക്കിക്കേ. അവിടെ ഒരു കോപ്പുണ്ട് അവരോടോ. നിങ്ങളത് മനുഷ്യനെ പേടിപ്പിക്കാൻ നോക്കടാ. അതാ നീ വന്ന് നോക്ക്. അവിടെ ഒരു കോപ്പല്ല ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ. നിങ്ങൾ എല്ലാരും കൂടി ചുമ്മാ എന്നെ പേടിപ്പിക്കുക. എന്താടാ നിനക്ക് എന്നെ കാണുമ്പോ പേടിപ്പിക്കുന്ന തോന്നുന്നുണ്ടോ? എടാ അവിടെ ഒന്നും ഇല്ലടാ. ഞാനിവിടെ പേടിച്ചിട്ട് മുള്ള നിൽക്കുക. എടാ എടാ പ്ലീസ് നമുക്ക് പോകാം. മതി, പോകാം. എടാ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് ഇവിടുന്ന് പോവാം, അതാ നല്ലത്. കോപ്പ് ഇനി നീയൊക്കെ റിയൽ ആണോ ഇല്ലയോ അങ്ങനെ അറിയാം. നീ എന്തിനാ എന്നെ നോക്കണേ? ഞാനല്ല ഇവിടെ ജീവനോടല്ലേ. കുരിശുമാല നിനക്ക് വട്ട. ഞാനല്ല നിന്റെ ഒപ്പം എത്ര നേരം അവിടെ ഉണ്ടായിരുന്നേ? എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ലല്ലോ. ശരിയാണല്ലോ, നമുക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ. അതല്ലേ പറഞ്ഞേ. പിന്നെ നമ്മളെന്തിനാ പഠിക്കണ വെറുതെ? കളിക്കല്ലേ ഇവര്. അല്ല സാധാരണ പെണ്ണുങ്ങളല്ലേ പ്രേതങ്ങള്. അവന്റെ കോപ്പിലെ കോമഡി. ഇനിയെങ്കിലും നമുക്ക് പോകാം പ്ലീസ്. പക്ഷെ എന്തോ ചേട്ടാ ആ കോപ്പ് ഇത്ര നേരമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ നമ്മള് പേടിച്ചിരിക്കണേ? പക്ഷെ നമ്മളെ പോലെ വേറെ ആൾക്കാര് അത്രല്ലേ ഉള്ളൂ. പ്രേതമാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കില്ലേ? ഇതൊന്നുമല്ല. ഇനി നിനക്കെന്താ ഞങ്ങളെ പേടിയാണോ? അങ്ങനെയാണ് നിന്നെ ഞങ്ങൾ പേടിക്കണ്ടേ? എടാ നമുക്ക് എന്തായാലും ഇതുവരെയായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാം. എന്താ സംഭവിക്കണ നോക്കാലോ. മാറാണ്ട് എന്തേ? ഞാനേ വരുന്നു, എനിക്ക് മുള്ളാൻ മുട്ടും. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റും. ഹലോ, പോയിട്ട് വരുമ്പോ സമാധാനം. ഇനി വന്നില്ലല്ലോ. സമാധാനായി. എടാ ഒന്ന് വാടാ. ഞാനൊന്നുമില്ല. എല്ലാത്തിനും എന്തിനാ എന്നെ വിളിക്കുന്നേ? എടാ ഒന്ന് വാടാ എന്റെ കൂടെ. തനിച്ചു പോയാൽ എടാ ആരെങ്കിലും ഒന്ന് വാടാ എന്റെ കൂടെ. ഞാനില്ല. കിടന്ന് കരയണ്ട, ഞാൻ വരാം. അവിടെ ആരെങ്കിലും ഉണ്ടോ? വേണേ പോയി നോക്ക്. കത്തി എന്തിനാടാ? ഇനി ഇവൻ പ്രേതാണെങ്കിലോ? എടാ രാജീവാസി കിട്ടുന്നേ. ഇവന് വിടുന്നില്ല മനുഷ്യ. വാ. താങ്ക്സ്.
എന്താ ഞാനാ ഇത് സിക്ക് എടാ ഞാനാ ഒരു സെക്കൻഡ് എടാ ഇത് മറ്റവനാ എടാ ഞാനാ ഞാൻ ടോയ്ലറ്റിക്ക് വരുന്നത് നീ കണ്ടല്ലേ എടാ ഞാൻ അങ്ങോട്ട് വന്ന് നീ കണ്ടല്ലേ എടാ ഇവനെ കത്തിയതാ കുത്ത് കുത്തടാ എടാ അവനെ പറയാ അവനെ കുത്ത് എടാ പൊട്ട ഞാൻ കത്തിട്ടെന്ന് അവനെ കുത്ത് ആരെങ്കിലും ഒന്ന് പോയി നോക്കടാ. എൽദോ ചേട്ടനാ പാടാ എൽദോ ചേട്ടനാ ഓ വിശ്വസിക്കടാ ഞാൻ അറിയില്ല പ്രശ്നം നടക്കണ്ട ഇവിടെ ഒന്ന് നിർത്തിക്കണം നോക്ക് എന്നാ മനസ്സിലാവും എന്താ പ്രശ്നം എനിക്കറിയില്ല നീ പ്രയാസം കണ്ടോ നീ പ്രയാസം കണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയുണ്ട് ഞങ്ങൾ പ്രശ്നങ്ങളാണ് എനിക്കറിയില്ല അവിടെ നോക്ക് അവിടെ നോക്കടാ നീനു ഇവിടെ ഇല്ല അവിടെ പോയി ഞാൻ ഈ റൂമിൽ നോക്കാം നീ അവിടെ നോക്ക് ഞാൻ അവിടെ നോക്കാം വാടാ ഇവിടെ ഒന്ന് നോക്കിയടാ നീ ടോയ്ലറ്റ് നോക്കി അവിടെ ഒന്നും ഇല്ല ഞാൻ നോക്കിയതാ നീ അപ്പുറത്തെ ഭാഗത്ത് പോയി നോക്ക് നിതീഷേ
ശരിക്കും പ്രശ്നം ചേട്ടാ, ഒന്നും വാ, എല്ലാം നമ്മള് പറയില്ല ചേട്ടാ. ഒരിക്കലും വന്ന് നോക്കൂ, നോക്ക് ചേട്ടാ ഞങ്ങളെ പോലെ തന്നെ എന്നെ പോലെ ഒരുത്തൻ ഇതിനകത്ത് നിതീഷിനെ പോലെ ഒരുത്തൻ ഇതിനകത്ത് ഇതൊക്കെ ഞങ്ങൾ കണ്ട് പേടിച്ചിരിക്കും കേട്ടോ. ഒന്ന് കേറി നോക്ക് പ്ലീസ്. പറഞ്ഞാ മനസ്സിലാവത്തില്ല ചേട്ടാ. അവിടെ നിൽക്കാ പേടി മാറാൻ എന്താ പറ്റിയ എന്താ മോളെ ചേട്ടാ ഒന്ന് വേഗം കേറിയേട്ടാ. എന്നാ മോനെ എന്നാ മക്കളെ മക്കളെന്തിനാ കരയുന്നേ? അവന്മാരെ മോനെ അവന്മാരെ എന്നാ മക്കളെ ചെയ്തേ മോനെ കരയല്ലേ? എന്നാ മക്കളെ പറ്റിയേ? എന്നാ പറ്റിയെന്ന് പറ, അങ്കിളിനോട് പറഞ്ഞേ. എൻ്റെ ഇപ്പൊ അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കണം. അവിടെ താഴെ അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുക. കൊച്ചൊരു കാര്യം ചെയ്യാം, ചേട്ടനെ വണ്ടി എടുത്തുകൊണ്ട് വിട്ട് താഴെ കരയല്ലേ? പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനൊക്കെ ദൂരെയാ. നേരെ വിട്ടോ, നേരെ പോയാൽ നേരെ നേരെ പോയാൽ സാറേ. സാറ് ഇതെല്ലാം എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. കൊച്ചിനെ പറ്റി? കൊച്ചിനെ ചെറിയൊരു ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയാ സാറേ. ബുദ്ധിമുട്ടാവോ? അത് കുഴപ്പമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഈ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മരുന്നൊക്കെ കൊടുത്ത് നമ്മളത് ശരിയാക്കി എടുക്കാം. അത് ഞാൻ നോക്കിക്കോളാം സാറേ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പം ഗസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഗസ്റ്റൊക്കെ വന്നു തുടങ്ങും. ആ വീട്ടിൽ നിന്ന് പെണ്ണുമ്പിള്ള. ഹലോ എന്നാടി? എന്തോ എന്നാടി? അവിടെ ഇരിക്കുന്ന മരുന്ന് കൊടുക്കാൻ മേലായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ അല്ലേടി, ഞാൻ അങ്ങോട്ട് വരണ്ടേ? എന്നാൽ കട്ട് ചെയ്യാം, ഞാൻ പെടുന്ന വരാം. അത് ശരിയാണ്. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ സാറേ. സാറേ ഞാൻ ഫ്രീ ആകുമ്പോൾ ഒന്ന് ചെയ്താൽ പോരാ സാറേ? ഞാൻ ചെല്ലട്ടെ, കൊച്ചിന് ചില അസുഖം കൂടുതലെന്ന് പറഞ്ഞു. എന്നാ ചെല്ല്, കൊണ്ടുപോയി കാണിച്ചിട്ട് വാ. ശരിയെന്നാ ഞാൻ വരുമ്പോൾ ചെയ്തോളാം. ഒന്ന് പ്രാർത്ഥിച്ചേക്കണം സാറേ.
കുഞ്ഞിന്റെ കണ്ണൊക്കെ മെഴിഞ്ഞു വരുവാ. എനിക്ക് പേടിയാവുന്നേ. അച്ചായി കൊണ്ടോ, അച്ചായി വേഗം കൊണ്ടോടാ വന്നെ, വേഗം കൊണ്ടുപോകാൻ വന്നെ അച്ചായി. എടി നീ ഇൻഹീറർ എത്തുന്ന അടിക്കടി. അത് വാങ്ങാൻ ഇരിക്കുവല്ലായിരുന്നോ? എന്റെ ദൈവമേ, തമ്പരാൻ നമ്മളൊന്നും വരുത്തിയല്ലേ, തമ്പരാൻ നമുക്കൊന്നും വരുത്തിയല്ല. കൈ വല്ലതും കോച്ചു വലിക്കുന്നുണ്ടോന്ന് നോക്ക്. ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. ഇത് എങ്ങോട്ടേക്ക് തള്ളിക്കറി പോണേ? എന്റെ മോക്ക് ശ്വാസം മുട്ട. ഡോക്ടറുണ്ടോ? ഇല്ലല്ലോ. കൊണ്ടുവന്നിട്ടുണ്ടോ? വണ്ടിയിലുണ്ട് സിസ്റ്ററെ. പനിയോ ചുമയോ വല്ലതും ഉണ്ടോ? പനി, നല്ല പനിയുണ്ട്. ഓ, അത് കുഴപ്പമാണല്ലോ. അയ്യോ ചേട്ടാ, അറിഞ്ഞുകൂടായിരുന്നു ഈ പനി ചുമയൊക്കെ ഉള്ളപ്പോ നേരത്തെ ഒന്ന് വിളിച്ച് അറിയിച്ചിട്ട് വേണ്ടായോ ഹോസ്പിറ്റലിലോട്ട് വരാന്? സിസ്റ്ററെ, എന്റെ കൊച്ചിന് ശ്വാസം മുട്ട് കൂടുതലാണ്, അതുകൊണ്ട് എന്നാലും ഇച്ചിരി ശൈലം അങ്ങോട്ട് മാറി നിൽക്കുക. എന്റെ പൊന്നു സിസ്റ്റർ, ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയല്ലേ. ഈ തണുപ്പ് വരുമ്പോൾ എന്റെ കൊച്ചിന് ഇങ്ങനെ ആസ്മയുടെ അസുഖം വന്നിട്ട് ഇങ്ങനെ ശ്വാസം മുട്ട് ഉണ്ടാറില്ല. നിങ്ങൾ വേറെ രീതിയിൽ ഇങ്ങനെ പറയല്ലേ. നമ്മുടെ ഡോക്ടർ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ടെസ്റ്റ് ഒക്കെ ചെയ്യാനുള്ളതാ. ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടോ? ആംബുലൻസിനെ വിളിച്ച് പറയാം. എന്തായാലും ഡോക്ടർ വരട്ടെ, വെയിറ്റ് ചെയ്യും. എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അയ്യോ കർത്താവേ, എന്റെ കൊച്ച് മോനോടെ കിടന്നു. എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ചേട്ടൻ പറ, ഞങ്ങളിപ്പോ എന്നാ ചെയ്യാൻ? മോക്ക് തീരെ വയ്യ. ഒന്ന് വരുമോ സിസ്റ്ററെ? ചേട്ടൻ ബഹളം വെക്കാതെ ഡോക്ടർ വരട്ടെ, വെയിറ്റ് ചെയ്യ്. കുഴപ്പമൊന്നും കാണുകയല്ലെന്നേ, ഡോക്ടർ ഇപ്പൊ വരും. പേടിക്കണ്ട കേട്ടോ. എന്നാടി മക്കളെ, ഇതെന്നെ ആരും വരാത്ത. എന്നാടി എന്നാ പറഞ്ഞേ? ചെയ്യാൻ പറയിച്ചായ എത്ര നേരം എന്റെ കുഞ്ഞിങ്ങനെ. പോരാ അയ്യോ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാറേ. എന്റെ കൊച്ചുകൂടെ കിടന്ന് കഷ്ടപ്പെടുക സാറേ. ഒന്ന് പറ സാറേ, ഒന്ന് നോക്കാൻ പറ സാറേ. ഒന്ന് പറ സാറേ, എന്റെ കൊച്ചിനൊന്ന് നോക്കാൻ പറ സാറേ. സിസ്റ്റർ ഒന്ന് പറ സാറേ, ഒന്ന് എന്റെ കൊച്ചുകൂടെ കിടന്ന് കഷ്ടപ്പെടുക സാറേ. ഒന്ന് പറ സാറേ. ആംബുലൻസ് വന്നോണ്ടിരിക്കട്ടോ. അതുവരെ എന്റെ കൊച്ചിനെ എന്നാ ചെയ്യാനാ? ഞാൻ എന്റെ കൊച്ചിനെ എന്നാ ചെയ്യാനാ? ഇവിടെ ഒന്ന് പറ സിസ്റ്ററെ, ഒന്ന് പറ, എന്റെ കൊച്ചിനെ ഒന്ന് നോക്കാൻ പറ. വേറൊന്നും ചെയ്യാനില്ല ഇവിടെ. ഇതുപോലുള്ള സീരിയസ് കേസൊന്നും നോക്കാനുള്ള സൗകര്യം അറിയത്തില്ലേ? പിന്നെ എന്തിനാ ആശുപത്രി പറഞ്ഞ് ബോർഡ് വെച്ചേക്കുന്നേ? എന്നാ എന്റെ കൊച്ചിനെ പോലെ പറ്റിയാണല്ലോ. എല്ലാത്തിനും കത്തിക്കും ഞാൻ. ചേട്ടാ വെറുതെ പ്രശ്നമാക്കരുത്, ഞങ്ങൾ പോലീസിനെ വിളിക്കാം. രവി അങ്ങ് മാർക്കിയ. ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇതിപ്പോ നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും കൂടെ പ്രശ്നമുള്ള കാര്യമല്ലേ. എന്റെ വീട്ടിലുണ്ട് 2 പിള്ളേര്. നിങ്ങളൊന്ന് സമാധാനപ്പെട്. രവി വിട്ടേ. ചേട്ടൻ അവിടെ പോയി വെയിറ്റ് ചെയ്യ്. ഒന്നും വരികയല്ലെന്നേ, സമാധാനമായിട്ടിരിക്കുക. ആംബുലൻസ് ഇപ്പൊ വരും. രവി തുറന്നേടാ. എല്ലാരും ഒന്ന് മാറി വന്നേ. ആരും ജില്ലയിലും കമ്പിയിലും ഒന്നും പിടിക്കരുത്. ആദ്യം ആംബുലൻസ് എവിടെ എത്തിയെന്നൊന്ന് വിളിച്ചു നോക്കട്ടെ.
വരും വരും. ഡോക്ടറെ അവർ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുവാണേ. ആ കുട്ടിക്ക് തീരെ വയ്യെന്ന് തോന്നുന്നു. ഡോക്ടറെ ഇപ്പൊ നോക്കാൻ പറ്റിയാലായിരിക്കും അല്ലേ? അതിനിങ്ങനെ നോക്കി നിന്നാൽ എങ്ങനെയാ ശരിയാവുക? ആ ഗ്ലൗസിംഗ് എടുത്തേ. ഞങ്ങൾ ആംബുലൻസ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, പക്ഷെ ലേറ്റ് ആവുമെന്നാ തോന്നുന്നേ. ഞങ്ങൾ ഡോക്ടർ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അറ്റ്ലീസ്റ്റ് എന്താണെന്നൊന്ന് നോക്കിക്കൂടായിരുന്നോ? അയ്യോ ഡോക്ടർ വരുന്നു. ആ നോക്കട്ടെ. പനി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 1-2 ദിവസമായി ഡോക്ടർ. ഇങ്ങനെ വിട്ട് പനിക്കുക. ഓ, ഇന്നത്തെ ദണ്ണം കൂടി. നല്ല ശ്വാസം മുട്ടലുണ്ടല്ലോ. അവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ആസ്മയുടെ അസുഖമുണ്ട്. ഇതിങ്ങനെ വന്നാൽ തണുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്ന. എന്തെങ്കിലും മരുന്ന് കൊടുത്തിരുന്നോ? ചുക്കുവെള്ളം ഇങ്ങനെ നീ വല്ലതും ഒന്നുമില്ല. മാഡം ആംബുലൻസ് വിളിച്ചു വന്നിട്ടുണ്ട്. ഇൻഹേലർ ഉണ്ടോ എന്ന് നോക്കണേ. മോളെ പേടിക്കണ്ട കേട്ടോ. മോളൊന്ന് തിരിഞ്ഞു കിടന്നേ. മഞ്ജു, ആ ഇൻഹേലർ ഇങ്ങെടുത്തു. പിന്നെ PCM ഇഞ്ചക്ഷനും. അതെ, ഇൻഹേലർ 2 പ്രാവശ്യം കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എന്തായാലും എടുക്കാം. പേഷ്യന്റിന് നന്നായിട്ട് വെള്ളം കൊടുക്കണം. നന്നായി ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. മാഡം ഇൻഹേലർ ഉണ്ടേ, അങ്ങോട്ട് കൊടുത്തു. ഇനിയിപ്പോ ആംബുലൻസ് വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. നേരെ കട്ടപ്പന ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കോ. ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞേക്കാം. പിന്നെ വഴിയിലെങ്ങും നിർത്താൻ നിൽക്കരുത്. മനസ്സിലായല്ലോ? പോകുന്ന വഴിയെ വണ്ടി നിർത്താനൊന്നും നിൽക്കണ്ട. ആരോടും സംസാരിക്കാനും നിൽക്കണ്ട. പിന്നെ അറിയാലോ അല്ലേ, അത് റിസ്ക് ആണ്. മനസ്സിലായല്ലോ? എന്താ നീ മോളെ പിടിച്ചോ? നീ പിടിച്ചിരുന്നോ? അയ്യോ അച്ഛനെ പൊന്നെ പൊന്നെ പറ്റി ഇടക്കിടക്ക് ഇതുവരെ ആരും പണി കൊടുത്താലും അവർ പഠിക്കുള്ളൂ. എടാ അതിനകത്തൊക്കെ ആൾക്കാരുണ്ടാവില്ലേ?
അയ്യോ ഇത് നമ്മുടെ നിൽക്കത്തില്ല, നമുക്ക് വിളിച്ചു പോകാം. അയ്യോ ചേട്ടാ,
അതാ മക്കളെ എൻ്റെ വണ്ടി. ഞങ്ങളെ മോളൂടെ ഇറക്കി വിട്ടോ. കൊച്ചു പോയേക്കുമ്പോ. പക്ഷെ അത് ഞങ്ങൾ വരുമ്പോ കണ്ട ജീപ്പ് പോലെ ഉണ്ടല്ലോ. അത് സഭാഷിന്റെ വണ്ടി ആയിരിക്കും. ഒരേ കളറാ. മക്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്കിളിനെ ഇവിടെ ഇറക്കി വിട്ടോ. ചേട്ടന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിന്നല്ലേ പറഞ്ഞേ. പക്ഷേ ഇത് ഇടിച്ചു കിടക്കുന്നോണ്ടല്ലോ. മനെ അതെ, ഈ റോഡിന്റെ സൈഡിലേക്ക് ഒതുക്കിയിട്ടാ കട്ടർ വഴിയല്ലേ, അതാ. ചേട്ടൻ എന്റെ കൂടെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരാവോ? ഞാൻ വരാം മനെ. മക്കൾ വണ്ടി എടുത്തു.